ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We are meditating from the letter to the Galatians over the past few days. ഗലാത്യ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. The main theme of the book of Galatians is freedom. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. The Bible in Galatians, Paul tells us, you have been brought into liberty. Now don't make a foolishness out of that liberty and go back to your slaveship. കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ 3 അടിമത്തങ്ങൾ പഠിക്കുവാനിടയായി തീർന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാലും നമ്മെ അതിൽ ഉറപ്പിച്ചു നിർത്താതെ വണ്ണം അടിമത്വത്തിലേക്ക് അടിമയാക്കി കളയുന്ന മേഖലകൾ നമ്മൾ കഴിഞ്ഞ 3 ആഴ്ച കാണുവാനിടയായി തീർന്നു. For the past 3 weeks we have been meditating on certain things that bring us back into the bondage, even though God has brought us into liberty. 4-ാം അധ്യായത്തിൽ ഇന്ന് രാവിലെ 4ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 4ാമത് നമ്മെ അടിമയാക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിന്റെ പേര് ദാസത്വം എന്ന മണ്ഡലമാണ്. In this 4th week of our meditation, I bring to you the 4th bondage that can lead us back into bondage, and that is servanthood. ഇന്ന് രാവിലെ നാം വായിച്ച വാക്യത്തിൽ ദാസൻ എന്ന വാക്കും പുത്രൻ എന്ന വാക്കും പല പ്രാവശ്യം നാം കാണുവാനിടയായി തീർന്നു. In the verses we read this morning, the terms slave and the term son are seen multiple times. ദൈവം നമ്മെ പുത്രനാക്കി അല്ലെങ്കിൽ പുത്രിയാക്കി നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. God has created each one of us to be either a son or a daughter on the earth. എന്നാൽ നമ്മെ ദാസത്വത്തിലേക്ക്, ആ അടിമനുഖത്തിലേക്ക് തള്ളിക്കളയുന്ന ചില മേഖലകളുണ്ട്. But there are certain realms that push us back into slavery. അതാണ് ഇന്ന് രാവിലെ നാം ചിന്തിക്കുവാൻ പോകുന്നത്. That is what we're going to meditate this morning. ഇന്ന് ഗലാത്യ ലേഖനത്തിന്റെ ഒരു പ്രതിപാദ്യ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. വിശ്വാസത്താൽ ഉളവായി തന്ന നീതീകരണമാണ്. One of the other important aspects of the book of Galatians is the righteousness that comes through faith. ഈ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഗലാത്യ സഭകളോട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ആവർത്തിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത്. What we are about to see is a repetitive exhortation to the Galatian church about the subject of righteousness which comes through faith. ഇവര് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ദൈവസഭയാണ്. This church is a church that has been saved by faith which comes through, by righteousness which comes through faith. എന്നാൽ രക്ഷിക്കപ്പെട്ട ഇവര് വിശ്വാസത്തിൽ വന്നെങ്കിലും ഇപ്പോൾ ഇവരുടെ ഇടയിൽ പരിച്ഛേദനക്കാർ അല്ലെങ്കിൽ ജുഡൈസേഴ്സ് ഇവർ കടന്നു വന്ന് മറ്റൊരു പഠിപ്പിക്കൽ ഇവരുടെ നടുവിൽ നടത്തുകയാണ്. Even though as a church they have been saved by faith, the Judaizers have entered into the church and they are teaching a new doctrine. പുതിയ പഠിപ്പിക്കൽ അനുസരിച്ച് ഇവർ അവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അവരുടെ അനുഗ്രഹം അവർക്ക് സായത്തമാകണമെങ്കിൽ പരിച്ഛേദന ചെയ്യണം. According to their doctrine, the Judaizers are claiming for the salvation to be complete, you must undergo circumcision. അവരുടെ യഹൂദ സമ്പ്രദായം അവർ അംഗീകരിക്കണം. They have to embrace the Judaistic culture. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും അവരെ ഓർപ്പിക്കുന്ന ഒരു പദമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ പണ്ട് ദാസന്മാരായിരുന്നു, എന്നാൽ ഇന്ന് നാം ദാസന്മാരല്ല. ഇന്ന് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം നാം പ്രാപിച്ചവരാണ്. So we see a term here that Paul is repeating to them. We have been saved and delivered from slaveship, and now because we have been delivered, we are calling on him as sons, Abba, Father. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ പദത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മൾ പണ്ട് അന്യന്മാരും പരദേശികളുമായിരുന്നു. In the book of Ephesians chapter 2, we read that we used to be slaves. എന്നാൽ ഇന്ന് നാം വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. But now we are members of the body of Christ and of the household of God. Praise the Lord. Hallelujah. നമുക്ക് എങ്ങനെയാണ് ഈ പദവി ലഭിച്ചതെന്ന് ഈ പദത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. We are able to see here how we received this position. 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. We see that God has
chapter 4 verse number 5 in Galatians. Galatians chapter 4 and verse 5 says, to redeem those who were under the law that we might receive the adoption as sons. മലയാളത്തിൽ ആ പദമില്ല, അഡോപ്ഷൻ എന്ന പദം ഇവിടെ കാണുന്നില്ല. ആരെങ്കിലും കണ്ടോ? അങ്ങനെ ഒരു പദം ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇംഗ്ലീഷിൽ ആ പദം കാണുന്നു, നാം അഡോപ്റ്റഡ് സൺസ് എന്ന ആ പദം അവിടെ കാണുവാനിടയായി തീരുന്നു. We don't see the word adoption in the Malayalam translation, but in English we see that we have had the adoption as sons. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജാതികളും അന്യരും പരദേശികളുമായിരുന്ന നമ്മെ സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ അവൻ നമ്മെ തന്റെ ഭവനക്കാരാക്കി അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു. In other words, we who were Gentiles and strangers and foreigners have been bought by Jesus, and he has added us to the household of God by giving us the adoption as sons. Praise the Lord. ദാസന്മാരുടെ പ്രത്യേകത 4-ാം അധ്യായത്തിൽ വിവിധ വാക്യങ്ങളിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ ചിലതൊന്ന് വിശദീകരിക്കാം. There are a few things that are unique about slaves that are written here. ദാസന്മാരുടെ ഒരു പ്രത്യേകത 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. In verse 8 we read about a slave here. നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടവരായിരുന്നു. We see that you indeed did not know you served those which by nature are not gods. അങ്ങനെയാണെങ്കിൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമകളായിരുന്നു ദാസന്മാരായിരുന്നപ്പോൾ. These slaves, when we were slaves, we were serving gods who were not gods. അന്ന് ഈ പദം പറയുവാനുള്ള ഒറ്റ കാരണം ഞാൻ പറയാം. അന്നത്തെ ജാതീയ പശ്ചാത്തലം അനുസരിച്ച് വീണുപോയ ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. The historical context is that according to their time they used to worship fallen angels. അപ്പോൾ ദൂതന്മാരെ ആരാധിക്കുന്ന ഒരു പതിവ് യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു, യവനന്മാർക്കും ഉണ്ടായിരുന്നു. Both the Jews and the Gentiles had the tradition of worshiping angels. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം അത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലേഖനക്കാരൻ എടുത്തു പറയുന്നുണ്ട്, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ എന്ന് അവിടെ പറയുന്നുണ്ട്. That is why the letter written to the Hebrews, to the Jews in Hebrews chapter 2, the letter writer says that Jesus Christ is greater than the angels. യവനന്മാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദൈവങ്ങളല്ലാത്ത ആരെയും അവർ ആരാധിച്ചു കളയും. These slaves were worshiping everything, even if they were not gods, such as angelic യഹൂദന്മാർ beings. യാഹുവെ മാത്രം ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അവർക്കുള്ളപ്പോൾ സ്തോത്രം യവനന്മാർ അല്ലെങ്കിൽ ജാതികളായവരുടെ സമ്പ്രദായം അനുസരിച്ച് അവർ എന്തിനേയും ആരാധിച്ചു കളയും. The Jews used to be once upon a time people who would not worship anyone except Yahweh, but now according to the Gentile culture they are worshiping everything. അങ്ങനെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന നമ്മൾ സാധാരണ പറയാറുണ്ട്, 300 മുക്കോടി ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് നമ്മുടെ പിതാമഹന്മാര്. Often we as Indian descent people, we often say that our forefathers used to worship 300 million gods. ഞാനൊരു തമാശയ്ക്ക് വേറൊരു കഥ കൂടെ പറയാം. Let me tell you just as a funny joke. ഇതൊരു പാസ്റ്റർ പണ്ട് പാടിയൊരു പാട്ടാണ്. This was an old song sung by a pastor. ഈ പാട്ട് പാടാനുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ഹിന്ദുക്കൾ അവരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഈ വേണ്ടപ്പെട്ട ഓർമ്മ ദിവസം ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ വെളിയിൽ കൊണ്ടുവച്ച് അവരുടെ പിതാക്കന്മാര് ഇത് വന്ന് ഭക്ഷിക്കുമെന്ന് അവർ വിശ്വസിക്കാറുണ്ട്. The reason this song was sung was because Hindus in their culture, when their loved ones pass away, will leave out eatables outside of their homes with the belief that those that have passed away will come and partake in that food. അപ്പം എനിക്ക് തോന്നുന്നു പാസ്റ്റർ ലാസർ വി മാത്യു ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ പാടിയൊരു പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കുമായിരിക്കും. 2 കാലുള്ളവനായി പോയി, ഇപ്പോൾ 4 കാലുള്ളവനായി വന്നു. There was a man of God, I believe, named Pastor Lazar, who sang. He left as a person who was 2-legged, and now he has returned as a 4-legged creature. വാലില്ലാത്തവനായി പോയി, ഇപ്പോൾ വാലുള്ളവനായി വന്നു. He went tailless, now he has come back with a tail. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ആരെ ഇപ്പം വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. So I think you understood who I am talking about. അപ്പോൾ ഞാൻ തിരിച്ചു ഈ വചനത്തിലേക്ക് കടന്നു വരുന്നു. So coming back to അപ്പോൾ this ദാസന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ദൈവത്തെ അല്ലാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത എല്ലാത്തിനും അടിമപ്പെട്ട ഒരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. So the life of a slave is of servitude to those things by nature are not gods but worshipping as if they were. രണ്ടാമത്തെ അവരുടെ പ്രത്യേകത 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. Secondly, in verse 9 we read, എന്താ അവിടെ പറയുന്നത്?
അവിടെ ഇങ്ങനെ പറയുകയാണ് 10ാമത്തെ വാക്യം, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. We see in verse 9, verse 10 in English, you observe days and months and seasons and years. ജാതികൾ ആണ്ടുകളും മാസങ്ങളും കാലങ്ങളും അവർ ആരാധിച്ചു പോന്നിരുന്നു. These and Gentiles used to worship and commemorate days, months, seasons and years. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 10ന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്. That's why the book of Jeremiah chapter 10 verse 2 says. അത് വായിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 10ാം അധ്യായം അതിന്റെ 2ാമത്തെ വാക്യം ഞാൻ വായിക്കാം. Let's read Jeremiah chapter 10 and verse 2. ജാതികളുടെ വഴി പഠിക്കരുത്. Do not learn from the way of the Gentiles. ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കരുത്. Do not be dismayed at the sign of the heavens. 3ാമത്തെ വാക്യം പറയും, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. For the Gentiles are dismayed at them. അതൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ട് ചെയ്ത പണിയുമത്രേ. The customs of the peoples are futile, for one cuts a tree from the forest, the work of the hands of the workmen with the അവർ axe. അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു, അത് ഇളയാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. They decorate it with silver and gold, they fasten it with nails and hammers so that it will not topple. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു, അവ സംസാരിക്കുന്നില്ല, അവർക്ക് നടപ്പാൻ വഹിയായകൊണ്ട് അവയെ ചുമന്നുകൊണ്ടു പോകണം. They are upright like a palm tree and they cannot speak, they must be carried because they cannot go by themselves. അടുത്ത പദം പറയുകയാണ്, അവയെ ഭയപ്പെടരുത്, ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയുകയില്ല. The next part says, do not be afraid of them, for they cannot do evil, nor can they do any good. ചിലർ അണ്ടർലൈൻ ചെയ്യേണ്ട പദമാണ്, അവയെ ഭയപ്പെടരുത്, അവയ്ക്കൊന്നും ഒരു ദോഷവും ചെയ്യുവാൻ കഴിയത്തില്ല. Some of you need to underline this, do not be afraid of them, for they cannot do any evil. അങ്ങനെയാണെങ്കിൽ ജാതീയ മിഥ്യ മൂർത്തികൾക്കൊന്നും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവ പൈതലെ തൊടുവാൻ അനുവാദമില്ല. If that is the case, the gods of the Gentiles cannot harm the born again believers of the church. ഈ ജാതികൾ ആണ്ടുകളും കാലങ്ങളും മാസങ്ങളും ആചരിച്ചു പോന്നിരുന്നു. These Gentiles used to observe the days, the times, the ഈ seasons. യവനന്മാരായിരുന്ന വിശ്വാസത്തിൽ കടന്നു വന്നവർ ഇതിനെയൊക്കെ വിട്ടിട്ടാണ് വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നത്. These young men, these new believers have left these ways of life and they have come into the faith. എന്നാൽ ഇവർ ദൈവത്തിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവർ ആണ്ടിനെയും മാസങ്ങളെയും കാലങ്ങളെയും പ്രമാണിക്കുവാൻ തുടങ്ങി. But now, despite leaving those old ways behind, they are still observing days, time, seasons and years. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 3ാം അധ്യായത്തിൽ പറഞ്ഞത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാര്? And that is why we read in Galatians chapter 3, oh foolish Galatians, who has bewitched you that you should not obey the truth? Praise the Lord. Amen. Praise the Lord. Hallelujah. ഒരു ദൈവ പൈതലിന് ശനിദശയില്ല. In other ശനിദശ മലയാളത്തിലൊന്നും ഇംഗ്ലീഷിൽ effect of Saturn. the born again believer cannot be affected by the effects of Satan. Satan അല്ല, Saturn. Saturn, the planet, SATURN. the pattern, Okay, the planet. അവിടെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ മലയാളത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ശനിദശ എന്ന് പറയും. തമിഴിൽ എന്ത് പറയും? ഓക്കെ, ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് അത് മനസ്സിലായില്ല. Alright. Praise the Lord. വിശ്വാസിക്ക് മുഹൂർത്തങ്ങളില്ല. A believer does not have times of evil, designated times of evil. വിശ്വാസിക്ക് ഹൊറോസ്കോപ്പ് ഇല്ല. A believer does not follow horoscopes. ഹൊറോസ്കോപ്പ് നോക്കിയാൽ ഇപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ആണ്ടും പ്രമാണവും നോക്കുന്ന ദാസത്തിലേക്ക് നീ അടിമപ്പെടുകയാണ്. If you are following the horoscope, then you become a slave to days, time, seasons and years. Praise the Lord. Yeah. Praise the Lord. Hallelujah. Praise the Lord. Amen. വീട് വെക്കാനിട്ട് അതിന് പ്രത്യേക രാഹുകാലം ഒരു ദൈവ പൈതൽ നോക്കേണ്ട ആവശ്യമില്ല. A believer does not need to find a favorable time in which they can sell their home. വിവാഹത്തിന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ 9:30 കഴിഞ്ഞാലും ഇറങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. Amen. If you are going down for your wedding, even if it's past 9:30, the hour of luck, you can still go forward. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. ഇത് പൗലോസ് അപ്പോസ്തലൻ വചനത്തിൽ കൂടെ പറയുന്ന കാര്യം ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. What I'm telling you is what the apostle Paul has written in the word of God. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Hallelujah. Hallelujah. ഈ വീണ്ടും ജാതികളെ കുറിച്ച് ജാതികളുടെ ക്യാരക്ടറിസ്റ്റിക് ഇവിടെ പറയുന്നുണ്ട്. Again, another characteristic is mentioned here. 4:29 വാക്യം. In chapter 4 and verse 29. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ.
as he who was born according to the flesh, ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചു. then persecuted him who was born according to the spirit. അപ്പോൾ ദാസത്വത്തിന്റെ അടുത്ത പ്രത്യേകത ഇവൻ ജഡത്തിലാ ജനിച്ചത്. The next uniqueness about slaveship is that he is born according to the flesh. ഈ ജഡത്തിൽ ജനിച്ചവന്റെ പ്രത്യേകത അവൻ എന്നും ഉപദ്രവകാരിയായിരിക്കും. The uniqueness of a person born in the flesh is that he will always be a persecutor. അപ്പോൾ ദാസത്വത്തിന്റെ അകത്തായിരിക്കുന്നവൻ അവന്റെ ജഡം എങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. Anyone who is bound to this slavery, his flesh will continue to uprise. അവൻ ഇങ്ങനെ ജഡത്തിൽ അവൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവന്റെ ഏക ചിന്ത ആരെ അന്ന് ഉപദ്രവിക്കാമെന്നുള്ളതാണ്. And because he is continuing to uprise in his flesh, his only thought is, who can I persecute next? അങ്ങനെ നമ്മുടെ നടുവിൽ ആരും ഇല്ലാത്തതിനായി സ്തോത്രം. I praise God that no one here among പല us is like സഭകളിലും that. അങ്ങനെയുള്ള ജഡീകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. But we have seen such people of the flesh. Praise the Lord. Hallelujah. ഇനിയും ദാസത്വത്തിന്റെ മറ്റൊരു പ്രത്യേകത റോമാലേഖനം 8:15 പറയുന്നുണ്ട്. The next uniqueness about slaveship is in Romans chapter 8 and verse ആ പദം 15. നിങ്ങൾക്ക് അറിയാവുന്ന പദമാണ്. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവ് എന്ന് വിളിക്കുവല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചത്. The Bible says we have not received the spirit of bondage again to fear, but have received the spirit of adoption by whom we cry, Abba, അങ്ങനെയാണ് Father. ദാസത്വത്തിന്റെ ഒരു ആത്മാവ്. നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല. അങ്ങനെയാണെങ്കിൽ ദാസത്വം ഭയത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. In other words, when you are bound to slavery, it invokes fear within you. അപ്പോൾ ഭയം എവിടുന്നാ വരുന്നത് ചോദിച്ചാൽ ദാസത്വത്തിന്റെ ആത്മാവിൽ ഇത് ഭയം വരും. So where does fear come from? Fear comes from the spirit of bondage. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇവിടെ കേൾക്കുവാനിടയായി തീർന്നു. ഭയം കൊണ്ടുവരുന്ന ദൈവമല്ല, ഭയം കൊണ്ടുവരുന്ന പൈശാചിക മേഖലകളാണ്. We heard last night that fear is not just an emotion, it is a spiritual demonic realm. 3-1 അമേരിക്കക്കാര് ആന്റി ഡിപ്രസന്റ് മെഡിസിൻ എടുക്കുന്നുണ്ട്. 1 in 3 Americans are taking antidepressants. മരുന്ന് എടുക്കുന്നു, കുഴപ്പമൊന്നുമില്ല, മരുന്ന് എടുക്കണം. പ്രോബ്ലം ഉണ്ടെങ്കിൽ മരുന്ന് എടുക്കണം. There's nothing wrong with taking medication. If you have problems, come to me. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, ഭയം കൊണ്ടുവരുന്ന ദുഷ്ടശക്തിയെ കൊണ്ടുവരുന്നത്. But let me explain to you what comes into your mind if it is fear that is being brought to you by the spirit of fear. എന്നാൽ ഈ ഭയത്തെ സ്തോത്ര തോൽപ്പിച്ച്, സ്തോത്ര കാൽവറി ക്രൂശിൽ സകല ഭയങ്ങളെ തോൽപ്പിച്ച്, അവൻ സകല ഭയങ്ങളെ അവൻ തോൽപ്പിച്ച്, അധികാരങ്ങളെ വാഴ്ചകളെ ആയുധവർഗം വെൽപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. The Bible says every fear that you are going through has been nailed to the cross of Calvary, and having submitted to crucifixion, the Bible says Jesus rejoiced in victory. Praise the Lord. Amen. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് ഒരു ദൈവ പൈതലിന് ക്രൂശ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. That is why the cross is of utmost importance to a child of God. ഒരു പാസ്റ്റർ തലേ കൈ വെച്ചാലും ഭയം പോകത്തില്ല. No matter which pastor is laying hands on your head, fear will not എന്നാൽ go. ഒരു വ്യക്തി സ്തോത്ര അവൻ ദൈവസന്നിധിയിലേക്ക് തകർന്നു വീണ് കർത്താവേ അനുതാപപ്പെട്ട ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ അവന്റെ ഭയം ഒരു നിമിഷം കൊണ്ട് അവന്റെ ശരീരം വിട്ടു മാറും. But if a person comes to the presence of God, to the altar of God with a broken heart and calls upon him, within a second fear will leave your body. Praise the Lord. Yes, അതുകൊണ്ട് amen. ഭയപ്പെടാൻ ഇനി നാം ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം സ്വീകരിച്ചത്. Therefore we have not received the spirit of bondage again to live in fear, മറിച്ച് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ് നാം. but we have received the spirit of adoption by whom we cry, പുത്രത്വത്തിന്റെ Abba, പ്രത്യേകത Father. എന്താണ്? വേഗത്തിൽ ഞാൻ പറയാം. What is the uniqueness of 4-ാം adoption? അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ പ്രത്യേകത പറയുന്നു. The first uniqueness of adoption is in chapter ഞാൻ 4 വായിച്ച and പദം verse ഇങ്ങനെ 6. പറയുന്നു, അബ്ബാ പിതാവ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്വർഗത്തിൽ ഒരു അബ്ബാ പിതാവുണ്ട്. That means the Bible says that we are calling on him Abba, Father. We have a father in heaven. അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന്. We have a father in heaven. ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയാമോ? Hallelujah. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. One of the biggest problems in our world is an identity crisis. എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി ക്രൈസിസ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന്റെ കാരണം? What is the reason for the identity crisis in our world? പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ ഈ കാരണം വളരെ ഈ പ്രശ്നം വലിയ പ്രശ്നമാണ്. This is quite a pressing issue in the Western world especially. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ the father figure is missing.
The reason is പിതാക്കന്മാർ അവിടെ കാണുന്നില്ല. So father figure, പിതാവ് ഉണ്ടെങ്കിലും ആ പിതാവിന്റെ ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന പിതാക്കന്മാർ ഇല്ലാതെ പോകുന്നത് കൊണ്ട് അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഐഡന്റിറ്റി ക്രൈസിസ് ആയി മാറുകയാണ്. One of the reasons is because even if fathers are present, because the fathers are not living in the responsibility of fatherhood, the children are going into an identity crisis. Praise the Lord. ഉദാഹരണത്തിന് സ്തോത്ര, ഞാൻ എന്നൊരു പിതാവ് സ്തോത്ര എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നൊരു തണലാണ്. As a father, for example, I am always a shadow or a refuge to my children. ഉദാഹരണത്തിന് എന്റെ കുഞ്ഞ് ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയെന്ന് വിചാരിക്കുക. Let us say, for example, one of my children are going to a university to study there. രാത്രി 12 മണിയായപ്പോൾ എന്റെ കുഞ്ഞ് എന്നെ വിളിച്ചു എന്ന് വിചാരിക്കുക. Let us assume that at 12 a.m. my child is calling me. ഇപ്പൊ വിളിക്കുന്നത് ഡാഡി ഡാഡി can you help me അല്ലെങ്കിൽ can you come over here എന്നായിരിക്കും ചോദിക്കുന്നത്. My child may say, daddy daddy, can you please come and help me now? ആ സമയത്ത് ഒരു പിതാവ് എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന കാര്യം എത്ര രാത്രിയായാലും എത്ര പാതിരാത്രിയായാലും ഞാൻ എന്റെ കുഞ്ഞിനെ തേടി എത്ര മണിക്കൂറുകളാണെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലും. As soon as I hear the cry of my child, as a father, no matter how late it is at night, no matter how far away it is, I will get in the car and I will drive to my child. കാരണം എന്നത് ചോദിച്ചാൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ ഡാഡിയാണ്. Because I am the daddy to my child. സ്തോത്ര, ഈ ഭൂമിയിലെ ഒരു പിതാവ് ആ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ഒരു സ്വർഗ്ഗത്തിൽ ഒരു അപ്പൻ ഇന്ന് രാവിലെ ഉണ്ട്. If an earthly father is able to provide protection to his children, let me call out to you this morning, we have a father in heaven. ഈ ലോകത്തിലെ ഒരു അപ്പന് നിന്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ ഏത് സമയത്ത് നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു അപ്പൻ ഈ രാവിലെ നിനക്ക് ഉയരത്തിലുണ്ട്. Even if you don't have a father on earth who can hear your voice, you have a father in heaven who can hear your cry. അതുകൊണ്ട് നീ ഇന്ന് രാവിലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ പോകണ്ട. നീ അപ്പനുള്ള നീ പുത്ര അവന്റെ പുത്രനും പുത്രിയാണ്. This morning you don't have to walk into any identity crisis because you are a son and a daughter who is not fatherless. You have a father in heaven. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് Praise him this morning. Hallelujah. പുത്രത്വത്തിന്റെ അടുത്ത പ്രത്യേകത 7ാമത്തെ വാക്യത്തിൽ പറയുന്നു. The next uniqueness of adoption of പുത്രനെങ്കിലോ sons. ദൈവഹിതത്താൽ അവകാശിയാണ്. We read in verse 7 that they are heirs to the kingdom of God. അവകാശിയാണ്. They are heirs of God. 28ാമത്തെ വാക്യത്തിൽ സമയമില്ലാത്തോട് വേഗത്തിൽ പറയുന്നു. 28ാമത്തെ വാക്യത്തിൽ പറയുന്നു വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ് പുത്രന്മാർ. We read in verse 28 that sons are born, they are children of the promise. Praise the Lord. അവർ ജഡപ്രകാരം ജനിച്ചവരല്ല, അവർ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ്. These are not children born of the flesh, they are children born of promise. എവിടെയാണ് വാഗ്ദത്ത പ്രകാരം ജനിച്ചത്? Where did they come to be from promise? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം, അബ്രഹാമിന് വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതിയാകുന്ന യേശു ക്രിസ്തുവിലൂടെ ജനിക്കപ്പെട്ട തലമുറകളാണ് ഇന്ന് രാവിലെ ദൈവമക്കൾ എല്ലാവരും. We heard last week that according to the promise to Abraham, according to that promise through Jesus Christ, every one of us are children born of the promise. തീർന്നില്ല. 4:31 പറയുന്നു, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തു. 31 പറയുന്നു അവർ സ്വാതന്ത്ര്യത്തിന്റെ മക്കളാണെന്ന്. We read in verse 4, chapter 4:31, we are not children of the bondwoman but of the free. Yes, സ്വതന്ത്രയുടെ മക്കളാണ്. We are children of freedom. സ്വതന്ത്രയുടെ മക്കളാണ്. We are children of the free woman. സ്വതന്ത്രയുടെ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. Oh, the children of the free woman have an inheritance. അപ്പോൾ പുത്രന്മാരുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. So we understood the uniqueness of sons. ഈ 4ാം അധ്യായത്തിൽ മറ്റൊരു പ്രശ്നമുണ്ട്. There is another problem in chapter 4. 4:1 ഇങ്ങനെ പറയുന്നു, അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ഒട്ടും വിശേഷതയില്ല. In chapter 4 verse 1 we read that as long as he is a child, even if you are an heir, it does not differ at all from a slave. കാൽവറി ക്രൂശിലൂടെ നമ്മെ പുത്രന്മാരാക്കി തീർത്തുവെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം അവന് ദാസനേക്കാൾ ഒട്ടും അവന് വിശേഷതയില്ല. Even though we have all become heirs according to Jesus Christ and his death on the cross, there is no difference between us and a slave if we are children still. എന്താണ് അവിടെ പറയുന്നതിന്റെ പ്രത്യേകത? What is the meaning of this? കുഞ്ഞ് ചിരിക്കുമ്പോൾ, when a child smiles, ഉദാഹരണത്തിന് ഈ സഭയിലേറ്റ കുഞ്ഞ് നമ്മുടെ ഫെയ്ത്ത് കുഞ്ഞാണ്. for example, we have a young child here, we have Faith.
ഫെയ്ത്ത് ഇങ്ങനെ ഓടി വരുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം വലിയ കുളിർമ തരും, Whenever you see faith running by, you all feel a great happiness. വലിയ സന്തോഷം തരും. A great happiness. എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ But after many years, ഫെയ്ത്ത് ഓടുന്നത് നമുക്ക് സന്തോഷം തരത്തില്ല. when faith runs, that will not make us happy. ഫെയ്ത്ത് ജിങ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നെങ്കിൽ ആ ജിങ്സ് ഹൈസ്കൂളിൽ ഒരു വാലിഡിറ്റേറിയനായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതൊരു പ്രൈഡ് തരും. When we see faith many years from now, not running but standing up as a valedictorian in her class in Jenks High School, that will give us great എന്താ happiness. ഞാൻ പറഞ്ഞു വന്നത്? What am I trying to tell you? കുഞ്ഞുങ്ങൾ നമുക്ക് സന്തോഷം തരുന്നു, Children give us joy തരുന്നു. happiness. They give us joy. എന്നാൽ ആ പുത്രൻ വളരുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് വളരുമ്പോൾ അവൻ നമുക്ക് അഭിമാനം തരികയാണ്. But as that child continues to mature over time, that child will make us proud to see that child. പിതാവെന്ന നിലയിൽ മാതാവെന്ന നിലയിൽ നമ്മെ അത് അഭിമാന പുളകിതരാക്കുകയാണ്. As a mother and as a father, we look at that child with great pride. അങ്ങനെയാണെങ്കിൽ പുത്രത്വം നമുക്ക് നൽകി തന്ന, കാൽവരി ക്രൂശിലൂടെ പുത്രത്വം നൽകി തന്ന നമ്മുടെ സ്വന്തം പിതാവ്, നമ്മൾ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയിൽ നാം വളരുമ്പോൾ, അവന്റെ സ്വഭാവത്തിന് അനുരൂപമായി നാം വളരുമ്പോൾ നമ്മെ കണ്ടവൻ ആനന്ദിക്കുകയാണ്. In the same way, Jesus Christ, who has made us sons and daughters according to the cross, has a great swelling pride in his heart when he sees us maturing into the image of Jesus Christ. ദാസനും പുത്രനും തമ്മിലുള്ള മറ്റു ചില വ്യത്യാസങ്ങൾ കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Very quickly, let me tell you about the differences between a son and a slave. ദാസൻ എന്നും ജോലി ചെയ്യുന്നത് കൂലി പ്രതീക്ഷിച്ചാണ്. A slave labors with the expectation of wages. സ്തോത്രം. എന്നാൽ ഒരു പുത്രൻ തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്നത് കൂലി പ്രതീക്ഷിച്ചതല്ല. സ്തോത്രം. മറിച്ച് എല്ലാവരും പറഞ്ഞാട്ട് ജെറമ്യ എന്തിനാ പിന്നെ ജോലി ചെയ്യുന്നത്? സ്തോത്രം, സ്നേഹത്താൽ. Amen. But a son is not laboring for wages, he is laboring out of love, like Jeremiah. Praise the Lord. Amen. Praise the Lord. ജെറമ്യ ഇടയ്ക്ക് എന്നോട് പൈസ ചോദിക്കും. Jeremiah often asks me money. Praise the Lord. ദാസൻ എന്നും ജോലി ചെയ്യുന്നത് ഭയത്തോടെയാ ജോലി ചെയ്യുന്നത്. A slave labors with fear. Fear of punishment. He is worried about fear of Fear of punishment. judgment. Fear of judgment. എന്നാൽ ഒരു പുത്രൻ അവന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഫിയർ ഓഫ് പണിഷ്മെന്റ് കൊണ്ടല്ല. മറിച്ച് ദ സ്പിരിറ്റ് ഓഫ് അക്സെപ്റ്റൻസിന്റെ അകത്ത് നിന്നുകൊണ്ട് അവൻ അവിടെ ജോലി ചെയ്യുന്നത്. But a son is not laboring out of the fear of punishment. You are laboring out of a gratitude for the acceptance you have received in the Father's house. ആരും ദൈവത്തെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് കൊണ്ടും ഫിയർ ഓഫ് പണിഷ്മെന്റ് കൊണ്ടും ആരും ദൈവത്തെ ആരാധിക്കരുത്. Do not anyone in this room, do not worship God out of a fear of judgment. ഇന്ന് രാവിലെ നിന്നെ അംഗീകരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മാർവോടടയ്ക്കുന്ന ഒരു നല്ല അപ്പൻ നിനക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ബോധ്യം കൊണ്ട് ഈ രാവിലെ നീ ദൈവത്തെ ആരാധിക്കണം. But this morning, let us worship God with the understanding that I have a Father in heaven who has received me, who has accepted me. ദാസനെന്നും അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം മുഴുവൻ സ്ലേവ് മനോഭാവമാണ്. A slave always lives with the mentality of a bond servant. Praise the Lord. സ്ലേവിന്റെ പ്രത്യേകത, സ്ലേവിനെ ആരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. The thing about a slave is that you cannot entrust a slave with കാര്യം anything. ഏത് സമയത്തും അവന്റെ യജമാനൻ അവനെ കൊന്നുകളയും. Because at any point in time, the master can kill that slave. ഏത് ചെറിയ കാരണങ്ങൾ കൊണ്ടും അവന്റെ ജീവിതം അവസാനിക്കാം. His life can end in a matter of any minute because of any minute reason. ഇസ്രായേൽ മക്കളെ സ്വതന്ത്രം മരുഭൂമിയിൽ നിന്ന് ഇറങ്ങി, ഈജിപ്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും 40 വർഷം അവർ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ അവർ കണ്ടെങ്കിലും അവർ ജീവിതത്തിന്റെ അത്ഭുതങ്ങളുടെ മുൻപിലും അവരുടെ മെന്റാലിറ്റി ഓഫ് സ്ലേവ് അത് മാറിപ്പോയില്ല. ആ അടിമ നുഖത്തിന്റെ ആ മനോഭാവം അവർ വിട്ടുമാറിയില്ല. അതുകൊണ്ട് ദൈവത്തിൽ അവർക്ക് ഒരിക്കലും ആശ്രയിക്കാൻ കഴിഞ്ഞില്ല. Even though the Israelites were delivered out of Egypt, even after many generations, the mentality of slavery, the mentality of a bond servant had not left them. As a result, God could not perform his works among them. എന്നാൽ പുത്രൻ തന്റെ പിതാവിനോടുകൂടെ തന്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്നത് ഈ സ്ലേവ് മെന്റാലിറ്റിയോടല്ല, മറിച്ച് സൺ മെന്റാലിറ്റിയോടാണ്. Come on man. But when a slave is laboring in the house of his father,
he is not laboring with the mentality of a slave, but the mentality of Jeremiah. മെന്റാലിറ്റി ഓഫ് സൺ. Mentality of a son. സണ്ണിന്റെ പ്രത്യേകത എന്താ? What is the uniqueness of a ഇവൻ son? വീട്ടിൽ ഇപ്പൊ ജോലി ചെയ്യുമ്പോ Whenever he is working at home, അപ്പോഴാണ് ആരെങ്കിലും വരുന്നത്. പഴയ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. പഴയ ശിശുപാലകൻ വരിക. ഇപ്പം now we read about another young small child from previous times walking into the house. ശിശുപാലകൻ എന്ന് പറയുന്നത് ട്യൂട്ടർ എന്നാണ് പറഞ്ഞത്. ട്യൂട്ടർ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ട്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. There were tutors who used to teach the young അവർ children. ചിലപ്പോൾ ദാസന്മാരോ ദാസിമാരോ ഒക്കെ ആയിരിക്കാം. Sometimes they can be ചിലപ്പോൾ slaves or വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം. or it could be നമ്മൾ educated. കുഞ്ഞുങ്ങളെ മാത്തനേഷ്യത്തിൽ കൊണ്ടുവിടുന്ന പോലെ ഇവർ പഠിപ്പിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അന്നത്തെ കാലത്ത്. They are teachers of various kinds, like Mathnesium teachers. അപ്പോൾ ഈ ട്യൂട്ടർമാർ അല്ലെങ്കിൽ ഈ നോക്കുന്ന ഇവര് ശിശുപാലകന്മാർ ഇപ്പോൾ ഇവനെ പണ്ടിവനെ വിളിച്ചോണ്ടിരുന്നവര്, ചെറുക്കാ പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. Amen. These tutors, if you don't drink milk, I'm going to punish you. എന്നാൽ ഇവൻ അങ്ങ് വളർന്നു വെക്കുക. But now he's older. ഇപ്പോൾ വളർന്ന് 10-20 വയസ്സായി. Now he's 10-20 years old. ഇപ്പോഴും പഴയ ട്യൂട്ടർ വീട്ടിലുണ്ട്. Now that same tutor is at home. പക്ഷെ ഇപ്പം But now ട്യൂട്ടർ ചെറുക്കുന്നല്ല വിളിക്കുന്നേ. the tutor is not calling him son. പിന്നെന്താ വിളിക്കുന്നേ? യജമാനൻ അല്ലെങ്കിൽ സാറേന്ന് വിളിക്കും. Now the slave or the tutor is looking at that same son and he's calling him master. പറഞ്ഞു മനസ്സിലായോ? Praise the Lord. സ്തോത്രം. അപ്പോൾ ദാസൻ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവൻ ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെമ്പററി, താൽക്കാലികമായിട്ടാണ്. A slave is working on a temporary basis, laboring and doing the works of the എന്നാൽ house. പുത്രൻ ജോലി ചെയ്യുന്നത് ടെമ്പററി ആയിട്ടല്ല. പിതാവിനോട് കൂടെ 24/7 അവൻ വസിച്ചോണ്ടാണ് ജോലി ചെയ്യുന്നത്. But a son is not laboring by himself. He is living with the Father 24/7, not on a temporary basis, but on an eternal basis. ദാസിയും വീട്ടിൽ ജോലി ചെയ്യുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. A bond servant is working in a performance oriented fashion. എന്നാൽ പുത്രനും പുത്രിയും ഭവനത്തിൽ ജോലി ചെയ്യുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടല്ല. അവർ ജോലി ചെയ്യുന്നത് അക്സെപ്റ്റഡ് പുത്രിയായിട്ടുമാണ് അവർ വീട്ടിൽ ജോലി ചെയ്യുന്നത്. But a son and a daughter are not working in that same way. They are working as sons and daughters of a great and mighty Father. ദാസന് ലഭിക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ ദാസിക്ക് ലഭിക്കുന്ന മുഴുവൻ ഔദാര്യത്തിൽ ലഭിക്കുന്ന യജമാനൻ ഔദാര്യത്തിൽ കൊടുക്കുന്ന നന്മ മാത്രമാണ്. Whatever the slaves are receiving are leftovers that are being given to them by the masters. എന്നാൽ പുത്രനും പുത്രിക്കും ഔദാര്യത്തിൽ കൊടുക്കുന്ന ഒന്നുമല്ല, പിതാവിന്റെ അവകാശത്തിൽ നിന്നുമാണ് അവന് നന്മ ലഭിക്കുന്നത്. But a son or a daughter is not receiving out of leftovers. They are receiving the main inheritance of the Father. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ രാബാ ഷേദേരി അന്തരാ ബാബാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുസ്തകം പറയുന്നത് സ്തോത്രം ഒരു ദാസത്വത്തെ കുറിച്ച് പറയുകയാണ്. This chapter is talking about slaveship. Praise the Lord. പല ദാസത്വം ഈ ബൈബിളിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can read about many types of bond servanthood in the Bible. പാപത്തിന്റെ ദാസത്തെ കാണുവാൻ കഴിയുന്നു. We can read about being slaves to sin. മരണത്തിന്റെ ദാസത്വം കാണുവാൻ കഴിയുന്നു. We can read about slaves of death. ഈ പുസ്തകം 4-ാം അധ്യായത്തിൽ 3-4 അധ്യായങ്ങളിൽ കാണുന്ന ന്യായപ്രമാണത്തിന്റെ ദാസത്വത്തെയാണ് അവർ കാണുവാൻ കഴിയുന്നത്. We can also see in chapter 3 and 4 being slaves to the law. 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയാണ്. 5 more minutes I'm taking. ഈ ദാസത്വത്തിന്റെ പ്രത്യേകത ചില വാക്കുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Very quickly I'm going to tell you a few unique things about this servanthood. ഒരുവൻ ദാസനായി തീർന്നാൽ സ്തോത്രം അവന്റെ ജീവിതത്തിൽ എപ്പോഴും റിഗ്രഷൻ ഉണ്ട്. The feeling of regression. Whenever a slave is working in his slavery, there may be regression. എന്താ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ? What is regression? റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പിന്മാറ്റം. It is backsliding. പിന്മാറ്റം. യെസ്, ബാക്ക് സ്ലൈഡിങ്. എന്നും ഇസ്രായേൽ മക്കൾക്ക് തിരിച്ച് മടങ്ങി പോകണമെന്നുള്ളൊരു ആഗ്രഹം. These Israelites, for example, always had the desire to go back. കഴിക്കുന്നത് മന്നയാണ്, കടപ്പക്ഷിയാണ്. They are eating manna and they're eating quail. പക്ഷെ ഇതെല്ലാം കഴിക്കുമ്പോഴും ഇപ്പോഴും ഈജിപ്തിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. But even then they are speaking great things about Egypt. പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം സ്തോത്രം പഴയതിനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. The first sign of backsliding is the constant remembrance of the past. പഴയതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. Is the constant remembrance of the glory of the past. വിട്ടുപോയതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. Speaking of the glory of things that have already. വിട്ടുപോയതിന്റെ ആചാരത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. You're talking about past
things that you've already abandoned. വിട്ടുപോന്ന പെരുന്നാളിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. You are talking about the great day of the past. വിട്ടുപോന്ന ആണ്ടുകളുടെ കാലങ്ങളെ പ്രത്യേകത ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. You are talking about the greatness of the days, the seasons, and the times of the past. സംഭവിക്കുന്ന അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത ലെവലിലേക്ക് മാറുകയാണ് റിപ്രഷൻ, ദ ഫീലിംഗ് ഓഫ് റിപ്രഷൻ. Now because of this, the second level is coming. This is the level of repression. എന്താ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ? What is repression? ഫീൽ നംബ്, Numbness, feelings of numbness. തണുത്തുപോയി. Everything has become cold. വിശ്വാസം തണുത്തുപോയി. The faith has become cold. ഗലാത്യ സഭയിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? Galatian church, what happened to പൗലോസ് you? പറയുകയാണ്, നിങ്ങൾ എന്നെ എത്ര ആർദ്രവോടെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. Paul is saying, how with much great earnestness did you receive ഞാൻ me? നിങ്ങളുടെ നടുവിൽ വന്നപ്പോൾ രോഗിയായിട്ടാണ് കടന്നു വന്നത്. When I came to you, I came as a sick man. എന്നാൽ നിങ്ങൾ വളരെ ആർദ്രവത്തോടെ എന്നെ സ്വീകരിച്ചു, ചികിത്സിച്ചു. ഒരു ദൈവദൂതനെ പോലെ നിങ്ങൾ ചികിത്സിച്ചു. But with great earnestness and with a welcoming heart, you received me and nursed me back to എന്നാൽ ഇപ്പോൾ health. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? But what happened to you? നിങ്ങളുടെ വിശ്വാസം തണുത്തുപോയി. Your faith has become cold. As a result, ഇപ്പോൾ feeling of suppression. Now as a result of that, you are walking into suppression. പണ്ട് ലഭിച്ച നീതീകരണത്താലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയാൻ ഇപ്പൊ പദവില്ല. There is no point in talking about the righteousness that you received of the past. ഇപ്പൊ സഭയിൽ മറ്റു പലതുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But now there is something else that you're speaking of. യഹൂദ പ്രമാണത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. You are teaching about the law of the Jews. പരിച്ഛേദനയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. You are talking about circumcision. As a result, Now ഇപ്പോൾ സഭ ഡിപ്രഷനിലേക്ക് വീണിരിക്കുകയാണ്. Now the church is walking next into depression. പ്രതീക്ഷ അസ്തമിച്ചു. You observe the days. പ്രതീക്ഷ, hope has set. Yeah. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷ അസ്തമിച്ചു. This hope regarding the coming back of the Lord has come to an end. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ സഭയെ വീണ്ടും അപുത്രത്വത്തിലേക്ക് മടക്കി വരുത്തുവാൻ, In such a unique season of the church, in order to return them back to sonship, പൗലോസ് അവരോട് പറയുകയാണ്, Paul is speaking to them. ഇനി നിങ്ങൾ ദാസനല്ല, പുത്രനാണ്. You are not slaves, you are sons. സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് ഞാൻ പരിശുദ്ധാത്മാവ് നൽകി തന്നു. The Lord has given you the spirit of sonship. സ്വപുത്രന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ If the spirit of sonship comes upon a person, എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ what will happen? അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകും. There will be transformation in that person. റിപ്പന്റൻസ് ഉണ്ടാകും. There will be repentance in that person. എന്നും പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യങ്ങൾ വരുത്തും. The Holy Spirit will always give you the conviction of sin, righteousness, and judgment. ആത്മാവ് ഒരുവന്റെ മേൽ വന്നിറങ്ങിയാൽ ഒന്നാമത് സംഭവിക്കുന്നത് അവന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവനെ ഭരിക്കാൻ തുടങ്ങും. When the Holy Spirit comes upon a person, the first thing that happens is the conviction of sin. അതിന്റെ പേരാണ് സുബോധം. That is called a realization. മുടിയൻ പുത്രൻ അവന് സുബോധം വന്നു. That prodigal son had a clarity. അവൻ പുത്രനായിട്ട് വീട്ടിൽ വസിച്ചവനാണ്. He used to live as a son in his house. പുത്രനായിട്ട് അപ്പന്റെ മുഴുവൻ നന്മകളും അനുഭവിച്ചവനാണ്. He used to enjoy the goodness of his എന്നാൽ father. ഇപ്പം സകല നന്മയും നഷ്ടപ്പെടുത്തി ഇപ്പൊ ഒരു ദാസനായി അവൻ എവിടെയോ കിടക്കുകയാണ്. But now he has lost all of his goodness and he is living as a slave in some corner of the city. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവന് സുബോധം വന്നു. But on one fine day he had a moment of clarity. സുബോധം വന്നപ്പോൾ അവൻ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തു. When he had that moment of clarity, he thought about his father's house. സുബോധം വന്നപ്പോൾ അവൻ സ്നേഹിക്കുന്ന അപ്പനെ കുറിച്ച് ഓർത്തു. When he had that clarity, he thought of the father whom he loved. ഇന്ന് രാവിലെ സുബോധം വരുമ്പോൾ നാം ആദ്യം ഓർക്കുന്ന സ്നേഹിക്കുന്ന ഒരു അപ്പനെ കുറിച്ചാണ്. When your sense returns, the first thing that we should think of is a father who loves us. ഇതാ അവൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. Now he's coming back to his മടങ്ങി father's വരുമ്പോൾ house. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. When he comes back, he says the ഞാൻ അപ്പനെ following: കാണുമ്പോൾ ഇങ്ങനെ പറയും, I will speak to my അപ്പ ഞാൻ father. നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. I will say to him, Father, I have sinned against you ഇനി നിന്റെ and പുത്രൻ എന്ന് heaven. വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. Now I'm no longer worthy to be called ഇത് a son. പറഞ്ഞുകൊണ്ട് അവൻ വരുന്നത്. And he is speaking ഈ those words. മാനസാന്തരത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ മടങ്ങി വരുന്നത്. He is speaking those words and he is returning to the Father's
father's ഏതാ house. ഇവന് അടുത്ത് വരാൻ അവൻ ആ വീടിന്റെ അടുത്ത് വന്നപ്പോൾ ഇത് അപ്പൻ അവനെ ദൂരെ നിന്ന് കണ്ടു. But as he was nearing the house, the father saw him afar off. അപ്പൻ ദൂരെ ഓടി Now he began to run towards his മകനെ son. കെട്ടിപ്പിടിച്ചു. He hugged his son. മകനെ കെട്ടിപ്പിടിച്ച് മകൻ ഈ വാക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഗ്രീക്ക് യഥാർത്ഥ തർജ്ജമയിൽ ആ പദമേ അവിടെ ഇല്ല. Even though he's hugging his son and the son is speaking those words to the father, in the Greek original manuscript, those words are no longer there. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞതൊന്നും ലോകം കേട്ടില്ല. In other words, nobody could hear the words that he spoke to his father. അവൻ പറഞ്ഞതൊന്നും ലോകം കേട്ടില്ല. What he said to his father, the world did not hear. അവൻ അപ്പന്റെ മാർവിൽ ചാരിയിരുന്നു. അവന്റെ വാക്കുകൾ, അവന്റെ നാവ് എല്ലാം അപ്പന്റെ ഹൃദയത്തോടൊട്ടിയിരുന്നു. As he was leaning on the bosom of his father, every word that he spoke was spoken directly into the heart of his father. സ്നേഹിക്കുന്ന ഒരു അപ്പൻ, A loving father. ഇന്ന് പകലും ഇന്നലകളിൽ നീ പോയ പാപത്തെക്കുറിച്ച് അത് ലോകത്തിൽ വിളംബരം ചെയ്യത്തില്ല. Your loving father will never advertise or bring into public knowledge the sins of your past. മറിച്ച് അപ്പൻ ചെയ്യുന്ന കാര്യം Instead, what he will do മകനെ ചേർത്ത് പിടിക്കുക. is that he will embrace you. മകനെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, Not only will he embrace you, മകന് നഷ്ടപ്പെട്ട വസ്ത്രം മടക്കി കൊടുക്കുക. he will give back the robe that the son has ആ lost. വസ്ത്രം നീതിയുടെ വസ്ത്രം, It is the robe of ആ വസ്ത്രം righteousness, കൃപയുടെ വസ്ത്രം, the robe of grace. ആ വസ്ത്രം ആ മകന് വീണ്ടും അക്സെപ്റ്റൻസിന്റെ വസ്ത്രം. It is the robe of re-acceptance. മാത്രമല്ല മോതിരം അവനെ ഉടുപ്പിക്ക് ധരിപ്പിക്കും. Not only that, a ring will be placed മോതിരം on him. അധികാരത്തിന്റെ ചിഹ്നമാണ്. Ring is a symbol of authority. യോസേപ്പിനെ ഫറവോൻ മോതിരം ധരിപ്പിച്ച് നമുക്കറിയാം. We know that Pharaoh put on a ring to Joseph. നഷ്ടപ്പെട്ട മകന്റെ അധികാരത്തെ അപ്പൻ വീണ്ടും മടക്കി കൊടുക്കുകയാണ്. Now the father is returning and restoring the authority which was lost. മാത്രമല്ല ഇതാ ചെരിപ്പ് നൽകുകയാണ്. Not only that, a shoe is being ചെരിപ്പ് എന്താ placed. കാണിക്കുന്നത് ചോദിച്ചാൽ, What does the shoe ആ show us? കാലഘട്ടത്തിൽ ദാസന്മാർ ചെരിപ്പ് ധരിച്ചിരുന്നില്ല. In those days, slaves cannot wear shoes. പുത്രന്മാർ മാത്രമാണ് ചെരിപ്പ് ധരിച്ചിരുന്നത്. Only sons can wear അപ്പോൾ shoes. അങ്ങനെയാണെങ്കിൽ ആ ചെരിപ്പ് കാണിക്കുന്നത് ആ പുത്രത്വം എന്ന അവകാശത്തെ കാണിക്കുന്നത്. Those shoes are showing to us the inheritance of sonship. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നഷ്ടപ്പെട്ട ചില ചെരിപ്പ് പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാവിലെ നമുക്ക് മടക്കി നൽകുന്നു. This morning, some of you who have lost some shoes in your life, the Holy Spirit is restoring it to you. നഷ്ടപ്പെട്ട വസ്ത്രം മടക്കി നൽകുന്നു. The lost robes are being restored back to നഷ്ടപ്പെട്ട you. മോതിരം അവർ മടക്കി നൽകുന്നു. The robes of acceptance are being given back to you. ആ നഷ്ടപ്പെട്ട ചെരുപ്പ് ഇന്ന് രാവിലെ ഞാൻ ധരിക്കുമ്പോൾ, When I put on those things which I have lost, ഇത് ഇന്നലകളിൽ എനിക്ക് നഷ്ടപ്പെട്ടതായിരുന്നു. I have lost it in the ഞാൻ past. ദാസത്വത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഇതെന്റെ ജീവിതത്തിൽ കൈമോശം വന്നതായിരുന്നു. When I went into slavery, I lost these things. എന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ ഈ പുത്രത്വത്തിന്റെ ഈ ചെരുപ്പ് അവൻ എന്നെ വീണ്ടും ധരിപ്പിക്കുകയാണ്. But when I come back, he is putting on me the shoes of sonship. ഓ രബ ശംദന ബബ. Hallelujah.